जिसमें ढूंढता कहीं तू ही. ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവണ്ണാരെ കൂട്ടായ്മയുടെ 4ാമത്തെ യാത്രയാണ്. ഇന്ന് നമ്മൾ കക്കടാംപോയിൽ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ 3ാം വാർഷിക ആഘോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ അത്ലറ്റ് മീറ്റിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച നമ്മുടെ കൂട്ടായ്മ സുഹൃത്തുക്കൾക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്നുണ്ട്. നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാണ്. എല്ലാം റെഡിയല്ലേ? A new time here filled with relaxation, laughter and memorable moments amidst the beauty of nature. Our PM is dedicated to ensuring you comfortable and joyful experience throughout your stay. Thank you for choosing Boulevard Luxury Resort.
നമ്മുടെ 3 വർഷം കഴിഞ്ഞു 4ാമത്തെ വർഷത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാർഷികവും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ മാനുക്കോയ, അതേപോലെ തന്നെ അഫ്സൽ KT, പിന്നെ നമ്മുടെ യാക്കൂബ് മെഡിലാൻ, ഈ 4 പേരെ അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നതിനും അതേപോലെ തന്നെ അവർക്ക് ആദരം അർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു വേദി കൂടിയാണിത്. ആ പരിപാടികളൊക്കെ തന്നെ 6:30 ശേഷം നടക്കും. തൽക്കാലം നിർത്തുന്നു. പുതുതായി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് പ്രസിഡൻ്റാണ് പ്രൊഫസർ അംജദ് ബാബു, സെക്രട്ടറി ഹബീബ് റഹ്മാൻ ആൻഡ് ട്രഷറർ അയ്യൂബ് ഖാൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു കൂട്ടായ്മ എപ്പോഴും വൈബിൽ തന്നെ ഇരിക്കട്ടെ. ധാരാളം കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഇതിൻ്റെ ഓണർ നമ്മുടെയൊക്കെ നാട്ടുകാരനായിട്ടുള്ള ഷംസു, നമ്മുടെ മൂലിയാർ ഷംസു എന്ന് പറയുന്ന ഷംസു, നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഇത് തുടങ്ങിയ മുതൽ 2 വർഷം മുന്നേ എന്നോട് ഇവിടെ നിങ്ങൾ വരണം, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകണം എന്ന് കുറേയായി വിളിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഓരോ കാരണം കൊണ്ട് നീണ്ടു. അപ്പോൾ പിന്നെ അതിലേക്ക് അടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളി ശനി ഞായർ സ്റ്റേ ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഒക്കെയാണ്. കക്കടംപള്ളി ഈ റിസോർട്ടിൽ വെച്ചിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ലീഗാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വീകരിച്ച് 4ാമത്തെ വർഷത്തെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2022 ഒക്ടോബർ 23 നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ എ സൈഫുദ്ദീൻ അവറുകൾ അദ്ദേഹത്തിൻ്റെ PhD ഭാഗമായിട്ടുള്ള എല്ലാവരിലോട്ടും ആരോഗ്യം എത്തിക്കുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എടവണ്ണയിൽ ഒരു ആരോഗ്യ കൂട്ടായ്മ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു സെപ്റ്റംബർ മാസം മുതൽ തന്നെ 2022 സെപ്റ്റംബർ മാസം മുതൽ തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുന്ന കാര്യം അറിയിക്കുകയും അങ്ങനെ 2022 ഒക്ടോബർ 23 ഞായറാഴ്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ അഷ്റഫ് അവറുകൾ അത് ഉദ്ഘാടനം ചെയ്യുകയും അന്ന് എല്ലാ പത്രങ്ങളിലും ആ വാർത്ത വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ 3 വർഷം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഇപ്പോഴും നിലവിൽ 112 അംഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരുപാട് യാത്രകൾ, ഒരുപാട് ഫംഗ്ഷനുകൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷകരമായ കാര്യം നമ്മുടെ എടവണ്ണാരെ കൂട്ടായ്മയുടെ പേരുകൾ ഏഷ്യൻ മീറ്റിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ഘാടനം ചെയ്ത അഷ്റഫ് ഡോക്ടർ ഓൾറെഡി ഒരു അത്ലറ്റാണ്, ഒരുപാട് ഇടവണ്ണയ്ക്ക് അഭിമാനമുള്ള താരമാണ്. ഇപ്പോൾ ആ ഒരു അഭിമാനം നമ്മുടെ ഇടവണ്ണ അരിക്കൂട്ടായ്മ കൂടെ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം അരിക്കൂട്ടായ്മ മുമ്പ് തന്നെ വളരെ ഫേമസ് ആയിട്ട് എല്ലാ മേച്ചിലും പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മളിലൂടെ ഉയർന്നു വന്ന മാനുക്കോയാക്ക ഒരുപാട് മീറ്റുകളിൽ നമ്മളെ പ്രതിനിധാനം ചെയ്ത് കേരളത്തിൽ ഇന്ത്യയൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ പറയുമ്പോൾ അത് ഇടവണ്ണാരെ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ നമ്മൾ യാക്കൂബ്ക്ക പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് എണീറ്റുന്ന പുതിയ അംഗങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടാൻ സുഖമായിരിക്കും. മാനുക്കോയാക്ക, അതുപോലെ തന്നെ നമ്മുടെ യാക്കൂബ് മെഡിലാൻ, 2 യാക്കൂബ് ഉണ്ടെങ്കിൽ നമ്മൾ യാക്കൂബ് മെഡിലാനിൻ്റെ പേരിലാണ് യാക്കൂബ്ക്കെ വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ അഫ്സൽ KT അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹവും. പിന്നെ നമ്മൾ മുത്തലിബായും ഒരു മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് വിജയിച്ചു. അതിനൊക്കെ പ്രചോദനം അഷ്റഫ് ഡോക്ടർ തന്നെയാണ്. ഒരു സ്റ്റാൻഡിലാണ്, ഏത് ജാതിയിലാണ്, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ്, ഒന്നുമില്ല. ഇടവണ്ണാരെ കൂട്ടായ്മക്ക് 114 മണിമുത്തുകളാണ്. സേഫുക ഉൾപ്പെടെയുള്ള ട്രെയിനേഴ്സും മറ്റുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും എല്ലാവരും ഒരുപോലെയാണ്. അത് നമ്മുടെ യാത്രയിലാണെങ്കിലും മേളകളിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണ്. ഇപ്പം ഇന്ന് നമ്മളോട് നിൽക്കുന്നതും എല്ലാവരും ഒരുപോലെ ഈക്വൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടാണ്. അതിൽ നമ്മുടെ ട്രെയിനർക്കോ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ട്രഷറർക്കോ ആർക്കും ഒരു ഒഴിവില്ല എന്ത് കാര്യങ്ങളിലും. പിന്നെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഒരുപാട് സംഘടനകളിലും എല്ലാത്തിലും ഉള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു 5 പൈസയുടെ കാര്യം പോലും നമ്മൾ എടുക്കാറില്ല. അത് വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും ഒരു കാര്യത്തിലും ഒരു 5 പൈസ പോലും ആരും എടുക്കാറില്ല. എല്ലാം നമ്മുടെ സുതാര്യമായിട്ടുള്ള ട്രഷറർ അയ്യൂബ്ക്കെ പ്രത്യേകമായിട്ട് നമ്മൾ പരാമർശിക്കണം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള ഒരു കൺട്രോൾ, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തെ ആക്കാം, അത്രയും കൺട്രോൾ അദ്ദേഹത്തിനുണ്ട്. കാരണം ഫിനാൻഷ്യൽ കാര്യങ്ങൾ അത്രയും നല്ല നമുക്ക് ട്രഷർ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. സ്പെൻഡ് ചെയ്യേണ്ട ഒരു വെൽ നോൺ റിസോർട്ടാണ്. ഇദ്ദേഹം അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമുക്ക് ഇടവണ്ണാരെ കൂട്ടായ്മക്ക് തന്നിട്ടുള്ളതാണ്. ഒരു വിഷമം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്താനുള്ള സ്പേസ് അവിടെ ഉണ്ടാവില്ല എന്നൊരു വിഷമം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മൾ വന്നപ്പോൾ ഉള്ള വെൽക്കം ഡ്രിങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ സ്റ്റാഫിനോട് പ്രത്യേകം പറഞ്ഞതാണ് കൂട്ടായ്മയെ നന്നായിട്ട് നോക്കണമല്ലോ, അവരുടെ പെരുമാറ്റം കണ്ടാൽ അറിയാൻ പറ്റും. അത്രയും അധികം സേവനം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഓരോ അംഗങ്ങളും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഈ 114 അംഗങ്ങളെക്കുറിച്ചും സേവനത്തെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഒരു മധുരം നമുക്ക് അഷ്റഫ് ഡോക്ടർ തന്നിട്ടുണ്ട്.
അതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിന്. താങ്ക് യു.
നന്നായി വെള്ളം ആറ്റി കുടിച്ചവളെ കടമ്പല ഹോബി ഉടുത്തട തടുപ്പിലും കുളത്തിലും ചാടി അത് കഴിഞ്ഞവളൊരു കൊട്ടയെടുത്തിരുന്നു രാത്രി നല്ല കലക്ക് പടത്തരി ഉണ്ടയും മണ്ടയും ജോലി വളവിൽ 60 തെങ്ങിൽ 60 തെങ്ങിൽ 60 പൊട്ടി 60 പൊട്ടി 60 നത്തിനെ കണ്ടെത്താൻ ഇങ്ങനെ മനുഷ്യനെ കരക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചത് നട്ടോപ്പിടാണ്ടാക്കി ഇബ്രാഹിം കാക്ക ഇബ്രാഹിം അൻസാരി എഴുതിയെന്തറിയോ ബാബു കളപ്പടല്ലേ ബാബു ചെയ്യേണ്ട ഐറ്റംസ് എന്തറിയോ കൂട്ടിക്കളി ഇവിടുന്ന് കൂട്ടിക്കളി അപ്പൊ ചെറുപ്പത്തിലോ കളിച്ചില്ലേ കുട്ടികളി ഓക്കെ നെക്സ്റ്റ് മുനീഫ് ജമ്പിങ് ജാക്സ് നടത്തണം മുനീഫിനിട്ട് വെച്ചത് സെലിബ്രിനെ കൊണ്ടു അല്ലേ മറ്റുള്ളവർക്ക് വെച്ച് നമുക്ക് കൊണ്ടുവരില്ലേ ശാന്തമി രാത്രി ഡാൻസ് എന്റെ രാധേ നീ താനെ പൂക്കും മനമലരാതെ കോടി ജന്മങ്ങളാ കാണാൻ വാ പായ്പൂരം കാണാൻ വാ കാതോരം പാടാൻ വാ പായ്പൂരം കാണാൻ വാ ജുംത 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 ജും ജുംത 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 ജും ജും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. താങ്ക് യു.
പൂച്ച ഈ പൂച്ച പ്രസവിക്കാനായ പൂച്ച മുട്ടുന്ന പൂച്ച ഞാൻ പ്രസവിക്കൂടെ ചെയ്യാം എന്ന് ഞാൻ വരില്ല ആദ്യം അവനെ കുത്തി ആനയുടെയും കുത്തി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരുപോലെ കുത്തി വെരി ഗുഡ് വെരി ഗുഡ് ഉഷാറായിട്ടോ മറ്റേ പോക്കണ്ടവളെ ഇത് ചെറിയ തവണല്ലേ ഇതെന്ത് തവളെ മാപ്പൂത്തോളെ ചൈന എന്ന് പറയുമ്പോൾ ചൈനീസ് ഭാഷ മാത്രമേ മൂപ്പര് ഉപയോഗിക്കുള്ളൂ. വേറെ ഒരു കാര്യവും മൂപ്പര് ഉപയോഗിക്കില്ല. ചൈനയിൽ പോയി മാജിക് പഠിച്ചതും ചൈനീസ് ഭാഷയിലാണ് ആണല്ലോ. പിന്നെ അപ്പൊ ഈ ചൈനീസ് രീതിയിലാണ് അദ്ദേഹം മാജിക് കാണിക്കൊള്ളുന്ന പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല, ചൈനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ മാജിക് ആർക്കും കാണിച്ചാൽ മനസ്സിലാവും. മാജിക്കിന് ഭാഷയോ സംസ്കാരങ്ങളൊന്നുമില്ല, മാജിക്കിൽ അതിർവരമ്പുകളില്ല. അപ്പോൾ മാജിക് ചൈനീസ് ഭാഷയിൽ മാത്രം കാണിക്കേണ്ട കാര്യം. പക്ഷെ നിങ്ങൾ ചൈനീസ് ഭാഷയിൽ മാജിക് കാണിച്ചാലും അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടി ഒക്കെ പറയാം. കോ കമ്മിറ്റിക്ക് സമ്മാനം ഉണ്ടാവില്ല.
അല്ല ഇവിടെ തുടങ്ങാം. നിങ്ങൾക്ക് നല്ലതാ. പറയൂ എല്ലാവരും ഓർക്കെ കേൾക്കണം. മൈക്ക് കൊടുക്കാം. നിങ്ങൾ മൈക്കിൽ പറഞ്ഞാൽ. സൈഫുദ്ദീൻ എടവണ്ണ ഡ്രാഗൺ ഫ്രൂട്ട്. സൈഫുദ്ദീൻ ഡ്രാഗൺ ഫ്രൂട്ട്, എടവണ്ണ ഡ്രാഗൺ ഫ്രൂട്ട്, നാസർ CP ചെമ്പക്കുത്ത് മാങ്ങ. സൈഫുദ്ദീൻ എടവണ്ണ ഡ്രാഗൺ ഫ്രൂട്ട്, നാസർ CP ചെമ്പക്കുത്ത് മാങ്ങ, ഷംസുദ്ദീൻ വടശ്ശേരി ചക്ക. എടവണ്ണ സൈഫുദ്ദീൻ എടവണ്ണ കോട്ട്, നാസു CP മാങ്ങ, എടവണ്ണ മാങ്ങ, വടശ്ശേരി ചക്ക, ഷഫീഖ് എടവണ്ണ നേന്ത്രപ്പഴം, മുനീർ എടവണ്ണ ആപ്പിൾ, യാക്കൂബ് ഞാൻ പറഞ്ഞു, യാക്കൂബ് എടവണ്ണ മുന്തിരി, എന്നാ ചമ്പക്കുത്ത്. ഓക്കെ. മുത്തലീബ് കുണ്ടതോട് മാംഗോ. അവർക്കുള്ള മെമ്മൻറ്റോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ഒന്നും നീട്ടുന്നില്ല. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ പ്രസിഡന്റിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ യാക്കൂബ് മിഡിലാൻഡിനെയും ഏഷ്യ മാസ്റ്റേഴ്സ് മീറ്റിൽ അത്യുജ്വല പെർഫോമൻസ് കാഴ്ചവെച്ച യാക്യൂബ് മിഡിലാൻഡിന്റെ മെമന്റോ സ്വീകരിക്കാനും നൽകാനായി നമ്മുടെ സെക്രട്ടറി ഹബീബ് കെയും ക്ഷണിക്കുന്നു. യാക്കൂബ് മിഡിലാൻഡ് 110 മീറ്റർ ഹഡിൽസ് റേസിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കി കൊറിയയിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിന് അർഹത നേടിയിട്ടുണ്ട്. 6 സ്ഥാനം വരെയുള്ള ഇവർക്കാണ് വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് അർഹത ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അടുത്തത് അഫ്സൽ കേട്ടി. തൻ്റെതായ ശൈലിയുടെ, അദ്ദേഹം റിയൽ ബോൺ അത്ലറ്റ് ഒന്നുമല്ല, പക്ഷെ കഠിന പ്രയത്നത്തിലൂടെ രാവിലെ എണീറ്റെല്ലാം നിലമ്പൂരിലൊക്കെ പോയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അഫ്സൽ കേട്ടി മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചിട്ട് അദ്ദേഹത്തിന് ഈ മെമന്റോ നൽകുവാൻ നമ്മുടെ പ്രസിഡന്റ് അംജദ് ബാബു അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ മാനുക്കോയ മുഹമ്മദ് അലി. അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹവും അവസാന കാലഘട്ടങ്ങളിലാണ് ഒരു അത്ലറ്റായി വന്നത്. അദ്ദേഹം കഠിന പ്രയത്നത്തിലൂടെ വാക്കിംഗ് റേസിൽ ഡോക്ടർ അഷ്റഫ് സാറിന് ഒരു വെല്ലുവിളിയായി ഇപ്പോൾ നിലനിൽക്കുന്നു. ഏതായാലും അദ്ദേഹത്തിനുള്ള മെമന്റോ കൊടുക്കുവാൻ നമ്മുടെ ട്രഷറർ അയ്യൂബ് ഖാനെ സാദരം ക്ഷണിക്കുന്നു. ഓവർ ടു ദി പ്രസിഡന്റ്. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് മെമന്റോസ് കൊടുക്കാനുള്ള. നാല് യാത്രകളിലും പങ്കെടുത്ത ആളുകൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അത്തരമൊരു പ്ലാറ്റ്ഫോമിലാണ് നല്ലതെന്ന് തിരിച്ചറിവാണ്. ഏതായാലും വളരെയധികം സന്തോഷം. താങ്ക് യു. പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അഫ്സൽ കേട്ടി. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. വളരെ ആകർഷകമായിട്ടാണ് ഞാൻ അറിവുകൂട്ടായ്മ വരുന്നത്. അറിവുകൂട്ടായ്മ വരുന്ന സമയത്ത് പക്ഷെ ഡോക്ടർ പരിപാടികളൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്താണ് എനിക്ക് ശരിക്കും ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു താല്പര്യം. നല്ല സപ്പോർട്ട് ഡോക്ടർ മാത്രമാണ്. അങ്ങനെ നിലമ്പൂർ ഒരു ഇവന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ജമാലിനെ വിളിച്ചിട്ട്, നമ്മളെ 2022 മമ്പാടെ താമസം, ജമാലിനെ വിളിച്ചിട്ട് ഇന്ത്യൻ കാശ്മീരിലേക്ക് പേര് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അന്നും പോകില്ല. അങ്ങനെ ആയിട്ട് പിന്നെ ചിലപ്പോൾ ചൊവ്വ ബുധൻ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോ വെള്ളി ശരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാന്നില്ല, അങ്ങനെ റേഞ്ചിലായി. ഇപ്പം ഈ കൂട്ടായ്മയിൽ വന്നിട്ട് എല്ലാവരും പാടുണ്ടാകുമ്പോൾ ഇതൊരു എക്സസൈസ് മാത്രമല്ല,
ഒരു പ്രഷറായിട്ട് കിട്ടുന്ന ഒരു എക്സസൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവെ എല്ലാ ആളുകളും ഇതിനൊരു അനുകൂലമാണ്, എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഈ ഒരു കൂട്ടായ്മയിൽ വന്നുകൊണ്ട് ചെയ്യാനും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതിലെ ആളുകളും വളരെയധികം ഒരു നല്ല ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. നമ്മൾ നേരത്തെ ഇവരൊക്കെ ഈ എണ്ണക്കാരെ പ്രത്യേകിച്ച് നമുക്കൊരു തോന്നലുണ്ട് ശരിക്ക് എണ്ണക്കാരെ കുറച്ചൊരു ഹെഡ് വെയിറ്റിലെ കുറച്ച് ടീമുകളുണ്ട് നമുക്ക് കാണുമ്പോഴേ അവരൊക്കെ അടുത്തറിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഒന്നുകൂടി ബെറ്റർ ആയിട്ടാണ് ഒരുപക്ഷെ നമ്മളിലാറെ ബെറ്റർ ആയിട്ട് അവരെ ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതെന്താ പരിപാടി? സൂപ്പർ 2 മണിക്കുള്ള 1 മണിയാകുമ്പോ ഫുള്ള് റെഡിയാവും. 1 മണിക്ക് 1 മണിക്കുള്ള ചിക്കൻ സുർബയാണ് നമ്മുടെ നെക്സ്റ്റ് ഫുഡ്. 1 മണിക്കാണ് വരുന്നത്. 1 മണിക്കുള്ള ഐറ്റാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 1 മണിക്കാണ് കേട്ടോ, ഉച്ചക്കല്ല. സാമ്പാറിന്റെ കഷ്ണം എങ്ങനെ കട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തതായി ഇതാണ് വഴുതനങ്ങ. ഈ വഴുതനങ്ങ പറഞ്ഞ വ്യക്തി ആരാ അറിയോ? ചുടുവെള്ളത്തിലിടണം. അല്ല ഇവിടെ ഇപ്പൊ നിൽക്കണമല്ലോ എന്താ പറഞ്ഞത് എല്ലാവർക്കും പറയാൻ ഓർമ്മണ്ടോ? ജിപ്പ് പറഞ്ഞത് ബാപ്പുട്ടി എന്താ പറഞ്ഞത് അവർക്ക് ഞാനെ പുള്ളി കേട്ടില്ലേ? സ്ഥലപ്പേരെ അധികം പറയാം. എന്തിനാറിയോ ഈ ഫ്രൂട്ട്സ് പറയണത്? അപ്പൊ നമ്മളെ മെമ്പർ കുറച്ച് പേര് സ്ട്രൈക്ക് ചെയ്തിട്ട് ചക്ക സംസു എന്ന് നമ്മള് വൈകാട്ട് നമ്മളെ മനസ്സിൽ തന്നെ പറയും. ചക്ക സംസു, മാങ്ങ, സുഗന്ധം ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി ഉണ്ടാ. സൂപ്പ് 1 മണിക്കുള്ള സൂപ്പ് അല്ലേ? രാത്രി 1 മണിക്ക് ശരിയാണ്. ഓലെ വിളിച്ചോ വാർത്ത എന്താ ചാനല് അന്റെ പേരെന്താ നോക്കണ്ടോ? നല്ല പാതിര കൂട്ടനാ. എല്ലാരും കമന്റുകാരനോട് ഇരുന്നോളി, ഒരു ഹെൽപ്പ് ചെയ്യണ്ടിട്ട്. എന്താ നമ്മളെ സൂപ്പ് എന്തായി? ഉറങ്ങിയിട്ടില്ല. അപ്പൊ കക്കാടംപൊയിലിൽ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ട്രക്കിംഗ് ആണ് ഇപ്പോൾ
കുരിശുമലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് 14/11/2025 വെള്ളിയാഴ്ച. താങ്ക് യു. ഇതൊന്ന് അടിച്ചോളൂ. ഭയങ്കര പുളി. എന്തെങ്കിലും സെൽഫി ഒരു ഫോട്ടോ ഇല്ല. നല്ല രസമല്ല ചെടി കേട്ടോ, നല്ല അടിപൊളി അടിപൊളി സാധനം. ഓഹേ 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 ഓഹേ